പിന്നെ കപ്പൽ മുതലാളിയിൽ നായകനായിട്ട് അഭിനയിച്ചു. പിന്നെ നായകവേഷം വേണ്ടെന്ന് ചേട്ടൻ തീരുമാനിച്ചതാണോ അതോ ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി മൊത്തമായി എടുത്ത തീരുമാനമാണോ? അതായത് അതൊന്നും ഡയറക്ടേഴ്സ് അങ്ങനെയല്ല. അതിപ്പം ജുറാസിക് പാർക്കിൽ അഭിനയിച്ച ദിനോസറിന് ഒരു രണ്ടാമത് പടം കിട്ടി. ഇവിടെ അതൊന്നും ഒരു പടമല്ല. 3-4 പടത്തിൽ പിന്നെ ദിനോസർ അഭിനയിച്ചു. അപ്പോൾ ഇതൊരു ഘടകമൊന്നുമല്ല. ഞാൻ ഇവിടെ രണ്ടാമത് പടമൊക്കെ അത് കഴിഞ്ഞ് ഉടനെ എനിക്കൊന്ന് കപ്പൽ മുതലാളി പറക്കം തളി പോലൊരു ഹിറ്റ് പടം ചെയ്തിട്ടുള്ള താഹ ഡയറക്ടറായിട്ടുള്ളൊരു പടമാണ്. ആ സിനിമയിൽ ഇവിടെ നായകൻ എന്ന നായകനെ നിർവചിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അതൊരു കേന്ദ്ര കഥാപാത്രമായിരുന്നു ഞാൻ. ആ സിനിമയിലുള്ള ജഗദീഷ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, സലീം ഏട്ടൻ, സുരാജ് ഏട്ടൻ ഇവരെല്ലാവരും വേറെ. ജഗദീഷ് ഉണ്ടെങ്കിൽ 200ഓളം പടങ്ങളിൽ നായകനാണ്. എനിക്ക് ചുറ്റും നിന്നവരെല്ലാം മറ്റ് സിനിമകളിൽ നായകന്മാരായിട്ടുള്ളവരാണ്. ഞാനൊരു കേന്ദ്ര കഥാപാത്രമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പ് ചെയ്ത പടവും അതിന് ശേഷം ചെയ്ത പടങ്ങളിലുമെല്ലാം ഞാൻ ഓരോ കഥാപാത്രങ്ങളായിരുന്നു. കപ്പൽ മുതലാളി ഞാനൊരു കഥാപാത്രമായിരുന്നു. അതായിരുന്നു കേന്ദ്ര കഥാപാത്രം എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ളൂ. നായകൻ എന്ന് പറയുന്നത് പുറത്തു നോക്കുമ്പം എൻ്റെ കഥയായതുകൊണ്ട് തോന്നിയതാണ്. പിന്നെ നായകൻ്റെ പുറത്തുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയൊരു ഉത്തരവാദിത്വം നായകനുള്ളത് കൊണ്ടും അതിന് തുടർന്ന് ശേഷം വന്ന പല പടങ്ങളും നായകൻ എന്നൊരു 40-45 ദിവസം ഒരു സിനിമയുടെ പുറകെ നിൽക്കേണ്ട ആളാണ്. എനിക്ക് സ്റ്റേജ് ഷോകളും എൻ്റെ ഗൾഫ് യാത്രകളും പരിപാടികളും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് തുടർന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞ 5-6 പടമേ ഞാൻ 2007 തൊട്ട് ഈ കാലത്തിനിടെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നീട് അങ്ങോട്ട് വന്ന 3-4-5 പടങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ കുറേ അവരും വേണ്ടെന്ന് വെച്ചു, ഞാനും കുറച്ച് വേണ്ടെന്ന് വെച്ചു, കുറച്ച് അവരും വേണ്ടെന്ന് വെച്ചു. എല്ലാം കൂടെ വേണ്ടെന്ന് വെച്ചപ്പോൾ പിന്നെ ഒന്നും ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ 2 പടത്തിന് ശേഷം പിന്നെ മിനി സ്ക്രീനിലൊന്നും അധികം കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ പുതുമുഖ നടന്മാരെ അനുകരിക്കുന്നതാണോ? ഫോൺ എടുക്കാതിരിക്കുക അതുപോലൊക്കെ അല്ലേ? ഇല്ല, ഇപ്പോഴത്തെ പുതുമുഖ നടന്മാർ മിനി സ്ക്രീനിൽ കാണാത്ത എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ പുതുമുഖ നടന്മാരില്ല. അതിന് മുമ്പത്തെ ഒരു കാലഘട്ടത്തിലാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞ എന്നെ മിനി സ്ക്രീനിൽ കണ്ടില്ല എന്ന് പറഞ്ഞത്. ഈ മിനി സ്ക്രീനിൽ ഞാൻ വരുന്നൊരു സമയത്ത് 3 ചാനലേ ഉള്ളൂ മലയാളത്തിൽ. ദൂരദർശൻ കൂടെ കൂട്ടി 4 ചാനലേ ഉള്ളൂ മലയാളത്തിൽ. നമ്മൾ സ്റ്റേജിലോ മറ്റൊരു സ്ഥലത്തോ ഒരുപാട് കഴിവ് തെളിയിച്ചാലാണ് നമുക്ക് ചാനലിൽ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചാനലിൽ വന്ന് കഴിവ് തെളിയിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് നമ്മൾ അമ്പലപ്പറമ്പിലൊക്കെ കളിച്ച് കഴിവ് തെളിഞ്ഞ് ചാനലിൽ വരുന്നു. ഇപ്പോൾ അമ്പലപ്പറമ്പിൽ കളിക്കേണ്ട റിയാലിറ്റി ഷോ കളിച്ചാൽ മതി. ഒരു ചാനലിൽ ഔട്ടായ ഐറ്റവും കൊണ്ട് നമുക്ക് അടുത്ത ചാനലിൽ വരാം. അതിൽ ഔട്ടായ ഐറ്റവും കൊണ്ട് അടുത്ത ചാനലിൽ പോകാം. ഇത് ഒരേ ഐറ്റം ഒരു 5 ചാനലിട്ട് കളിക്കാം. ഇങ്ങനെയുള്ളൊരു ചാനലുകളുടെ എല്ലാം ഡോറുകൾ വളരെ നല്ല രീതിയിൽ തുറന്നിട്ടേക്കാണ്. ആർക്കും വരാം, എല്ലാ തരക്കാർക്കും വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ. ഇതിൻ്റെ ഡോറുകൾ വളരെ കൃത്യമായിട്ട് തുറന്നിട്ടപ്പോൾ നമുക്ക് തോന്നി നമ്മൾ കുറേ ചെയ്തു. റെഗുലറായിട്ട് 8-10 വർഷം ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി നമ്മൾ റെഗുലറായിട്ട് ചെയ്തതാണ്. കുറേ നാൾ ചെയ്തു, കുറച്ച് നാളൊരു അവധി എടുക്കാം, മാറി നിൽക്കാം. അല്ലാതെ ഞാനിതിൽ നിന്ന് കുറച്ച് ഈ പറഞ്ഞ പോലെ സിനിമ കഴിഞ്ഞതുകൊണ്ട് മാറിയുന്നത് അങ്ങനെയൊന്നുമല്ല. ഇത് തുറന്നിട്ടു, കുറച്ച് നാൾ മാറി നിൽക്കാം. പിന്നെ ചെയ്താൽ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉള്ള നല്ലത് എന്ന് തോന്നുന്നു. ചാനലിൽ വരിക എന്നതല്ല നമ്മുടെ ആവശ്യം, ചാനലിൽ നല്ലത് ചെയ്യുക എന്നതാണ് ആവശ്യം. വന്നാൽ ഇപ്പോൾ ഈ പരിപാടിയിൽ വന്നതുൾപ്പെടെ നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ വരണം എന്നുള്ളത് കൊണ്ടാണ് ചാനലിൽ ഒന്ന് കുറഞ്ഞിരിക്കുന്നത്. വരും, ഇനിയും ശക്തമായിട്ട് വരും. ഇപ്പോൾ 20ഓളം ചാനലുണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഇടയിലിടയിൽ. പണ്ട് മഹാബലി വാമന് 3 വരം കൊടുത്തു. അതുപോലെ മഹാബലി 3 വരം കൊടുത്തില്ലേ വാമനന്? ഇല്ല, ഒറ്റ വരെ കൊടുത്തുള്ളൂ. അല്ല, 3 അടി മണ്ണ് 3 വരം കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ എന്തൊക്കെ വരമായിരിക്കും ചോദിക്കണത്? ആ 3 വരത്തിൽ 1ാമത്തെ വരായിട്ട് വേറെ 4 വരം ചോദിക്കും. അങ്ങനെ ഓരോ വരത്തിൻ്റെയും കൂട്ടത്തിൽ 4 വരം വെച്ചൊരു 100 വര എക്സ്ട്രാ ചോദിക്കും. അങ്ങനല്ല, 3 ആഗ്രഹങ്ങൾ ചോദിക്കാം. 3 ആഗ്രഹങ്ങൾ ശരി ഗൗരവമായിട്ട് എടുത്ത് 3 ആഗ്രഹങ്ങൾ ചോദിച്ചാൽ അതിൽ 1ാമത്തെ ആഗ്രഹം ഞാൻ പറയും, എന്താ ചോദിക്കുന്നത്? ഞാൻ ഒന്നും ചോദിക്കില്ല. ഞാൻ എന്നോട് ദൈവം ചോദിച്ചാൽ ഞാൻ പറയും, ദൈവമേ ആവശ്യക്കാരൻ ചിലപ്പോൾ എന്നേക്കാൾ വലുതുണ്ടാവും, ഈ വരം അവന് കൊണ്ട് കൊടുത്തോളൂ, എനിക്കൊന്നും വേണ്ടെന്ന് പറയുള്ളൂ. അങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയും. അത്ര വലിയ അത് ഓവറല്ല. ഞാൻ പെട്ടെന്ന് ആലോചിച്ച് എന്ത് ചോദിക്കാൻ, അത് അതിൻ്റെ അല്ല, ആവശ്യക്കാരനുണ്ടെ കൊടുത്തോ, അതിൻ്റെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാൻ അങ്ങനെ പറയാൻ നേരത്തെ ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ കണ്ണഞ്ചേട്ടനെ കൂട്ട് തന്നെ കോമഡിയിൽ നിന്ന് നമുക്ക് നികത്താൻ പറ്റാത്ത ഒരു നഷ്ടമാണ് ഹനീഫിക്ക. അങ്ങനെയുള്ള ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കുകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഹനീഫിക്ക നമ്മളിൽ നിന്ന് വിടവാങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലോട്ട്
രംഗങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കേൾക്കുന്നു. ഇതുപോലുള്ള ഇത്രയും മനസ്സുള്ള താങ്കൾ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് ചെയ്തിട്ടുണ്ടാകും? സോഷ്യൽ നെറ്റ്വർക്ക് വെറുതെ ചുമ്മാ അല്ല, അതായത് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. കയ്യിലുള്ള യൂത്ത് എന്ന വാക്കിനെ തന്നെ ഇവിടെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. യൂത്ത് എന്ന് വെച്ചാൽ ചെറുപ്പക്കാരൻ എന്നാണ് അർത്ഥം, പണക്കാരനായ ചെറുപ്പക്കാരൻ എന്നല്ല അർത്ഥം. യൂത്ത് എന്ന് പറഞ്ഞാൽ മോളിൽ പോകുന്നവൻ, മാളിൽ നടക്കുന്നവൻ എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ മാളിൻ്റെ തന്നെ പാർക്കിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യിക്കാൻ ഇതിനൊക്കെ ആയിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരായവന്മാരും യൂത്ത് തന്നെയാണ്. അവൻ സന്ധ്യയ്ക്ക് നമ്മൾ മാളിൽ നടക്കുമ്പോൾ അവൻ അതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അവനും ചെറുപ്പക്കാരനാണ്. ഇവിടെ ഈ സോഷ്യൽ നെറ്റ്വർക്ക് പിള്ളേരെ നമുക്ക് നമ്പാൻ പറ്റില്ല. അവർ സിൽസിലെ തുടങ്ങിയ പണിയാണിത്. അവർ ഈ ആഴ്ച സിൽസിലയുടെ പുറകെയായിരിക്കും, അടുത്ത ആഴ്ച അണ്ണാ ഹസാരയുടെ കൂട്ടത്തിൽ സമരത്തിനിറങ്ങും, അതിൻ്റെ അടുത്ത ആഴ്ച സന്തോഷ് പണ്ഡിത്തിനെ കല്ലെറിയാൻ പോകും, അതിൻ്റെ അടുത്ത ആഴ്ച വീണ്ടും 3 ജില്ലയില്ലാത്ത കേരളത്തിൻ്റെ പടം മുല്ലപ്പെരിയാർ അവിടുന്ന് പൊട്ടിയാൽ ഇവിടെ വരാൻ എത്ര നേരം ആവും എന്നുള്ളതിൻ്റെ കറക്റ്റ് കണക്കുകൾ രേഖപ്പെടുത്തും. അതിൻ്റെ അടുത്ത ആഴ്ച ധനുഷിൻ്റെ കൂട്ടത്തിൽ കൊലവറിയുടെ പുറകെ പോകും, അപ്പോഴത്തേക്ക് ഗണ്ണൻ സ്റ്റൈൽ വരും. ഓരോ ആഴ്ചയും ഓരോന്നിൻ്റെ പുറകെ. ഇവരുടെ സേവനം എന്താണെന്നറിയാമോ? വീട്ടിലിരുന്ന് ഷെയർ ചെയ്യലാണ്. ഈ ഷെയർ ചെയ്യൽ കൊണ്ട് ചെയ്ത ഒരു പ്രശ്നം, റോട്ടിൽ കുഴി ഞാൻ ഷെയർ ചെയ്തു, മന്ത്രിക്കും കുഴപ്പമില്ല, അവനും കുഴപ്പമില്ല, പൊതുമരാമത്ത് വകുപ്പിനും പ്രശ്നമില്ല, ആർക്കും ഗുണവുമില്ല, ആർക്കും ദോഷവുമില്ല. വെയിൽ കൊണ്ടിറങ്ങി നടന്നുള്ള ഒരു പണിയുമില്ല ഈ സോഷ്യൽ നെറ്റ്വർക്ക് വഴിയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന്. വണ്ണ കസാരെ 2 ഷെയർ പ്ലീസ്, ഇഫ് യു ലൈക്ക് ദിസ് ഒരു കാര്യവുമില്ല, വെറുതെ ഷെയർ ചെയ്യുക. ഇത് ഒരു 4 വർഷത്തിന് ഇപ്പുറത്തേക്ക് വന്ന ഒരു പരിപാടിയാണ്. എന്നേക്കാൾ ദുർബലൻ എന്ന് തോന്നുന്ന സന്തോഷ് പണ്ഡിത്തിനെയും എന്നേക്കാൾ ശക്തനെന്ന് തോന്നുന്ന പൃഥ്വിരാജിനെയും നമുക്ക് ആക്രമിക്കാൻ കിട്ടിയ ഒരു സ്വതന്ത്ര മേഖലയാണത്. ഇതിലൂടെ നമ്മൾ അവനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അവർ രണ്ടുപേരും അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. അവനവൻ്റെ കാര്യം നോക്കിയാൽ ആ സമയം കൂടെ നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ അതിലധികം സമയം കളയുന്ന ഒരാളല്ല. വളരെ കുറച്ച് നല്ല കാര്യങ്ങളെ അതിൽ നടക്കുന്നുള്ളൂ. നല്ല കാര്യം എന്ത് നല്ലത് ചെയ്തു എന്ന് അതിൻ്റെ തന്നെ ഒരു 5 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വളരെ കുറച്ചുള്ളൂ. ഫോട്ടോ ഷെയർ ചെയ്യലും ഈ അവിടെ ചെയ്ത് ഹാസ്യം എന്നുള്ളത് പരിഹാസമായി മാറി. അതിനുവേണ്ടിയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിറന്നാളിന് ഫേസ്ബുക്കിലൊരു 100 ആശംസ വരും എല്ലാ കുട്ടികളുടെയും. ഞാനൊരു കോളേജിൽ പ്രസംഗിച്ച കാര്യമാണ്. ഒരു ഫോം കോളേജിൽ വിതരണം ചെയ്തിട്ട് അതിലൊരു കോളത്തിൽ അച്ഛൻ്റെ അമ്മയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വിളിച്ചു ചോദിക്കാതെ ഡേറ്റ് ഓഫ് ബർത്ത് പൂരിപ്പിക്കാൻ ഇന്നൊരു കോളേജിൽ 100ൽ 10 കുട്ടികൾക്ക് പറ്റുള്ളൂ, ഞാൻ ഉറപ്പ് തരാം. സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വീട്ടിൽ വിളിച്ചു വെച്ചാലേ പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവൻ എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ 100 പേർക്ക് പിറന്നാൾ ആശംസ പറയുന്നവനാണ്. ഇവൻ ഫേസ്ബുക്കിലൂടെ ഐശ്വര്യ റായ്ക്കിടെ ഫോട്ടോ ഷെയർ, ഐശ്വര്യ റായ്സ് ഹാപ്പി ബർത്ത്ഡേ, ഈ ചെയ്യുന്നവൻ ഇവൻ്റെ അച്ഛൻ്റെ പിറന്നാൾ അറിയാൻ പാടില്ലെന്നേ. മൊബൈലിൽ നിന്ന് SMS അയച്ചതിന് എത്ര പൈസ പോയി എന്നറിയാൻ പാടില്ല. അപ്പം ആ ഒരു സഹായം, ആ പൊതുപ്രവർത്തനം, സോഷ്യൽ നെറ്റ്വർക്ക് പൊതുപ്രവർത്തനം എനിക്കില്ല. നിങ്ങൾ പറഞ്ഞ പോലുള്ള പൊതുപ്രവർത്തനം എനിക്കുണ്ട്, ഞാനത് ചെയ്യാറുണ്ട്. അത് പൊതുവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ശരിക്കും നമ്മളുടെ നാടുകളിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ഹ്യൂമർ ലൈനിൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ തമാശ പൊട്ടിച്ചിരിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടന്ന അല്ലെങ്കിൽ കണ്ട് ശീലമുള്ള കണ്ടാ ചിരി വരുന്ന കാര്യങ്ങളുണ്ട്. ഈ ഇടയ്ക്ക് 2 വർഷം മുമ്പ് പത്രത്തിലൊരു വാർത്ത വായിച്ചു. ഹെഡിങ് വിവേക് ഒബറോയ് കുമരകത്ത്. അതിൻ്റെ ഹെഡിങ് വിവേക് ഒബറോയ് കുമരകത്ത്. താഴത്തേക്ക് വാർത്ത: പ്രശസ്ത ബോളിവുഡ് നടൻ വിവേക് ഒബറോയ് കുമരകത്തെത്തി. അദ്ദേഹം ഇന്നലെ കരിമീൻ കഴിച്ചു, കപ്പ കഴിച്ചു. അദ്ദേഹത്തിന് ഇവിടുത്തെ കരിമീൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. വള്ളത്തിൽ കുത്തി അദ്ദേഹം അതിലേക്ക് പോയി. ഇന്ന ഹോട്ടലിൽ ഇത്ര നമ്പർ റൂമിലാണ് അദ്ദേഹം താമസിക്കുന്നത്. 16-ാം തീയതി ഇന്ന ഫ്ലൈറ്റിൽ ഇത്ര മണിക്ക് പുള്ളി തിരിച്ച് ബോംബെക്ക് പോകും. 5 ദിവസം പുള്ളി കുമരകത്തുണ്ടാകും. ലാസ്റ്റ് വരി ഉണ്ടാകും. ആ വാർത്തയുടെ ലാസ്റ്റ് വരി: ആരാധകരെ ഒഴിവാക്കുന്നതിന് വേണ്ടി രഹസ്യമായാണ് വിവേക് ഒബറോയ് കുമരകത്തെത്തിയിരിക്കുന്നത്. എങ്ങനെ ചിരിക്കായിരിക്കും? ഹെഡിങ് തൊട്ടൊരു വാർത്ത പത്രത്തിൽ വന്നിട്ട് ഇത് രഹസ്യമായെന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ നമുക്ക് വെറുതെ നോക്കിയാൽ ചിരിക്കാനുള്ള കാര്യമുണ്ട്. ഫോണിൽ SMS വരുന്നു ഇടയ്ക്കിടയ്ക്ക്, നിങ്ങളുടെ കോളർ ടൂൺ മാറ്റുന്നില്ലേ, നിങ്ങൾക്ക് ഇത് വേണ്ടേ അത് വേണ്ടേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഒതുക്കി ഒരു ദിവസം ഫോൺ എടുത്തപ്പോഴും സാറിന് മറ്റേ ഇപ്പോഴും പഴയ ടോൺ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിളിച്ചു. പിന്നെ ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനായി ഇന്ന് കേൾക്കുന്നതിന് ഞാൻ പറഞ്ഞു, പൈസ മേടിക്കുന്നതാണ്, അത് കേൾക്കരുത്, വിളിച്ചവൻ നേരിട്ട് പാട്ട് കേൾക്കണം. കാരണം നമ്മളെ വിളിക്കുമ്പോൾ ഈ ഗാനം കോപ്പി ചെയ്യുന്നതിനെ വർത്താനമല്ലേ കേൾക്കുന്നത്, പാട്ട് കേൾക്കണം. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സേവനം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും, ഇനി ഇങ്ങോട്ടൊരു കാര്യത്തിനും
ഫോൺ കമ്പനിയിൽ നിന്ന് എനിക്കൊരു മെസ്സേജോ വിളിയോ വരരുത്. അപ്പോൾ പുള്ളി പറഞ്ഞു ശരി സാർ, ഞാൻ ഇത് ചെയ്തോളാം, ഞങ്ങളിവിടെ നിന്നെ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ സാർ? എനിക്ക് വേറൊന്നും അറിയാനില്ല. ഇനി ഇങ്ങോട്ടൊരു ആവശ്യത്തിന് ഒരു SMS വരരുത്. ഒന്നുമില്ല സാർ, ഞാൻ പറഞ്ഞ ഇതൊക്കെ ഓക്കെയാണ്, ഇനിയൊന്നും അറിയാനും ഇല്ല സാർ. വിളിച്ചാൽ വളരെ നന്ദി, ശുഭദിനം. ഫോൺ വെച്ച് ഞാൻ വണ്ടി എടുത്തപ്പോൾ ഒരു SMS. അവനോട് മിണ്ടിയെ തൃപ്തനാണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കാൻ. എന്ത് കഷ്ടമെന്നാണ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെ നമ്മൾക്ക് തന്നെ ചിരിക്കാവുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ല. ശരി, ഒരു എന്താ പിഷാരടിയുടെ ഒരു കഥയിൽ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്തൊരു ലോറി കഥാപാത്രം, മധുലോറി. അതെന്തായിരുന്നു? മധുലോറി എന്ന് പറഞ്ഞാൽ വീടിനടുത്തൊരു ലോറി ഉണ്ട്. അതിന് മധുലോറി എന്ന് പേര് എന്ന് വെച്ചാൽ ഈ ലോറിയുടെ ബാക്കിൽ പണ്ട് മാതാവിൻ്റെയും അയ്യപ്പൻ്റെയൊക്കെ പടം വരയ്ക്കുമല്ലോ, അതിൽ ഈ ബാക്കിൽ ഇരുമ്പ് കമ്പിയുടെ ഒരു കളങ്കളം ഉള്ള കാരണം അതിനകത്തൂടെ കൈയിട്ട് വേണം വരയ്ക്കാൻ. ഇവൻ സിംഹത്തിനെ വരച്ചതാണ്. അതിന് നടൻ മധുവിൻ്റെ ചായയായിപ്പോയി സിംഹത്തിന്. രാഘവ എന്ന് പറയുന്ന പോലത്തെ ഒരു ചായ സിംഹത്തിന്. അതുകൊണ്ട് ആ ലോറിക്ക് മധുലോറി എന്നാണ് വിളിക്കുന്നത്. അത് ടിപ്പറാണേലും അതിൽ ഈ ഗോഡീസ് ലവ് എന്നൊക്കെ എഴുതി തെങ്ങും ഗോവ ബീച്ചിൻ്റെ ഒക്കെ പടം വരച്ച് ഈ സാധാരണ സ്ഫടികത്തിലെ ലോറിയാക്കി സാധാരണ ലോറിയുടെ പെയിൻറ്റിങ്ങാണ്. അപ്പം മൂവാറ്റുപുഴയിൽ നിന്ന് മണലും കയറ്റിക്കൊണ്ട് ഈ ലോറി പോയപ്പം അപ്പോൾ ലോഡിങ്ങുകാർ അപ്പം തന്നെ കയറും മണലിറക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ലോഡിങ്ങുകാർ ചാടി ബാക്കിൽ കയറി ഇരുന്നു, അവിടെ പോയിട്ട് ഇറക്കിയിട്ട് പൈസ മേടിക്കാൻ. ഇത് ഡ്രൈവർ കണ്ടില്ല. ഡ്രൈവർ വീടിൻ്റെ മുറ്റത്ത് എത്തിയിട്ട് ലോറിയുടെ ടിപ്പറിൻ്റെ സ്വിച്ച് ഓണാക്കി ഈ സാധനം പൊങ്ങി 3 ലോഡിങ്ങുകാരും മണലും എല്ലാം കൂടെ താഴെ. ഒരു ലോഡ് മണലിൻ്റെ അകത്ത് 3 ലോഡിങ്ങുകാർ. ഇത് അറിഞ്ഞില്ല, ലോഡിങ്ങുകാരും അറിഞ്ഞില്ല ഇത് ടിപ്പറാന്നുള്ളത്. അവർ നോക്കിയപ്പോൾ ഭൂമി പിളർന്ന് ഇവരതിനകത്തോട്ട് പോയി. എന്നിട്ട് ഇവരെ മാന്തി എടുത്തിട്ട് ലോഡിങ്ങുകാരന് ഈ ഡ്രൈവറെ ഭയങ്കര ചൂടാല്. ഡ്രൈവർ പറയാം, നിങ്ങളുടെ മക്കളുടെ ഭാഗ്യം കരിങ്കല്ല് കയറ്റാണ്ടിരുന്ന ലോറിയാന്ന്. കരിങ്കല്ലെങ്ങാൻ കയറ്റിയിരുന്നെങ്കിൽ എന്ത് കഷ്ടമാണെന്ന് പറയാം. ശരിക്കും ഓണക്കളി, ഓണത്തല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് ഓണക്കളി കളിച്ച് ഓണത്തല്ല് കൊണ്ടുവരുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ഓണത്തല്ല് കിട്ടിയിട്ടില്ല. ഓണത്തിനൊക്കെ ചെറിയ ലാഭം ഉണ്ടാക്കാൻ നോക്കിയിട്ട് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയത്? കഴിഞ്ഞതിന് മുമ്പത്തെ ഓണത്തിന് എറണാകുളത്തുള്ളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓണത്തിൻ്റെ അന്നാണ് പിഷാരുടെ ഒരു മാവേലിയെ വേണം അർജൻറ്റായിട്ടൊന്ന്. ഇപ്പോൾ ഈ മാവേലി എന്ന് പറഞ്ഞാൽ നമുക്ക് മെലിഞ്ഞുണങ്ങിയ ആളെ വിടാൻ പറ്റൂല. അത്യാവശ്യം വയറും തടിയൊക്കെ ഉള്ള ഒരാൾ വേണം. അത്യാവശ്യം വയറും തടിയൊക്കെ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ നല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ളൊരു വീട്ടിലേ ഉള്ളൂ. 3 നേരം കഞ്ഞി കുടിക്കുന്നവൻ്റെ വീട്ടിലേ ഉള്ളൂ. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഇതില്ല. അപ്പം പണക്കാരനായ ഒരുത്തന് മാവേലിയുടെ ആയിട്ട് പോകേണ്ട ആവശ്യവുമില്ല. ഇത് നമ്മൾ വിചാരിച്ചത്ര എളുപ്പമല്ല. അത് ഓണത്തിന്റെ സമയമുള്ള മാവേലിക്ക് മുഴുവൻ ഘോഷയാത്രയും ടാബിളുള്ള സമയമാണ്. മാവേലി കിട്ടുമോ? ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്നെ വിളിച്ചിട്ട് പിഷാരുടെ ഒരു മാവേലി കിട്ടുമോ? ഞാൻ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു. നമുക്കൊരു 5000 രൂപ വരെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ധർമ്മനെ വിളിച്ചു. ധർമ്മ ഒരു മാവേലി കിട്ടുമെന്ന് ചോദിച്ചു. പിന്നെ ധർമ്മം ചോദിച്ചു എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു. ഞാനൊരു 3000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. 2 രൂപ ഞാൻ അപ്പം തന്നെ എടുത്തു. അതിനകത്ത് കമ്മീഷൻ ഓണമല്ലേ ഇരിക്കട്ടെ. 2 രൂപ ഞാൻ എടുത്തു. ധർമ്മൻ പറഞ്ഞു ആളുണ്ടെന്ന് പറഞ്ഞു. ധർമ്മൻ്റെ വീടിനടുത്തുള്ളൊരു ചേട്ടനെ ധർമ്മൻ അപ്പം തന്നെ കണ്ടുപിടിച്ചു. ഒരു ചേട്ടൻ, ഒരു പണിക്കൊന്നും പോത്തൊരു ചേട്ടൻ, വയറക്കുള്ളൊരു ചേട്ടൻ. ആ ചേട്ടൻ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു. ധർമ്മൻ 1000 രൂപ വരാമെന്ന് പറഞ്ഞു. ധർമ്മൻ മുക്കി 2 രൂപ. അപ്പം ലാഭമാണ്. അയാൾക്ക് 1000 രൂപ ഓണത്തിൻ്റെ അന്ന് കിട്ടിയാൽ അടിപൊളിയാണ്. പുള്ളിക്ക് 1000-ന് ഓക്കെ. അപ്പം പുള്ളിക്ക് കോസ്റ്റ്യൂമൊക്കെ ആ ഹോട്ടലിൽ കൊടുക്കും. ചെന്നാൽ മതി. ഒന്നുമില്ല, നടുക്കൂടെ ഇങ്ങനെ ഏതോ ഒരു കമ്പനിയുടെ പരിപാടിയാണ്, നടന്നു വരിക, അവരുടെ ഗസ്റ്റ് വരുമ്പോൾ എന്തോ ഒരു കർട്ടൻ ഇങ്ങനെ മാറ്റിയാൽ മതി മാവേലി, ഇത്രേ ഉള്ളൂ പണിയെന്ന് പറഞ്ഞു. ഇയാൾ അവിടെ ചെന്നു, ചടങ്ങൊക്കെ ഭംഗിയാക്കി നടത്തി, സംഭവമൊക്കെ കഴിഞ്ഞു. രാത്രി ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് തൃശ്ശൂർ വരുമ്പോൾ 2 മണിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രമേശ് ഹോട്ടലിൽ നിന്ന് വിളിക്കും കേട്ടോ എന്നിട്ട് വെച്ചു. ഹോട്ടലിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങളെ രമേശ് നാളെ ഒന്ന് ഇവിടെ വരണം കേട്ടോ, അല്ല നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷയം. രാവിലെ ഒന്ന് ഹോട്ടലിൽ വരെ വരണോ? ഞാൻ ചെന്നപ്പം ഈ മാവേലി മീശയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പം അവിടെ വെള്ളടി ഉണ്ടായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞിട്ട് മാവേലി നല്ലോണം വെള്ളമടിച്ചു. വെള്ളം അടിച്ചിട്ട് ഹോട്ടലിൽ, നല്ല ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടലിൽ പരിപാടി നടക്കണത്. അവിടെ ഒരു ബെഞ്ചിൽ നിന്ന് ഉറങ്ങിപ്പോയി. സെക്യൂരിറ്റി ഒന്ന് വിളിച്ചിട്ട് ഇയാൾ എണീക്കാനുള്ള, അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. സെക്യൂരിറ്റിക്ക് ഇത് ഏത് മാവേലി, ഏതെങ്കിലും വലിയ വീട്ടിലെ ആളാന്ന് ഓർത്തിട്ട് സെക്യൂരിറ്റി ഇയാളോട് റൂം എടുത്ത് കിടത്തട്ടെ എന്ന് വെച്ചപ്പോൾ മാവേലി ആന്ന് പറഞ്ഞെന്ന്. 8000 രൂപയുടെ സൂട്ട് റൂമിൽ ഇയാളെ കിടത്തിയിട്ട് ഇയാൾ രാവിലെ എണീറ്റ് പോയി. അതിൻ്റെ ബില്ല് ഞാൻ അടയ്ക്കണമെന്ന്. 2000 രൂപ ഉണ്ടാക്കാൻ നോക്കിയ ഞാൻ രാവിലെ ഹോട്ടലിൽ ചെന്ന് 8000 രൂപ ബില്ലടച്ചിട്ടാണ് മാവേലിയുടെ കണക്ക് തീർത്തത്. ധർമ്മന് 2000 കിട്ടി എന്നുള്ളതാണ് ആകെ ലാഭം. മാവേലിക്ക് 1000 കിട്ടി, എനിക്ക് 8000 പോയി ചെയ്തു. 2 കിട്ടിയല്ലോ, 6000 പോയി ഓണമായിട്ട്. അല്ല, കുറച്ചുകൂടി നേരത്തെ അല്ലായിരുന്നെങ്കിൽ 2-4 കിട്ടിയത്. അച്ഛന് നേരത്തെ ആണെങ്കിൽ 500 രൂപ മാവേലിക്ക് കിട്ടുള്ളൂ, 4500 രൂപ എനിക്ക് കിട്ടിയേനെ.